എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഈ ഒരു ജനുവരിയിൽ സാബിനെയൊക്കെ സാക്ക് ചെയ്ത ആ ടൈമിൽ തന്നെ ഈ ഒരു റൂബൻ അമോറിമിനും ആ ഒരു പണി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം റൂബൻ അമോറിമിനെ വെച്ച് നോക്കുമ്പോൾ റൂബൻ അമോറിം യുണൈറ്റഡിനെ മാനേജ് ചെയ്ത ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡൗൺഫാളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത്രയും ഡൗൺഫാളിലേക്ക് യുണൈറ്റഡ് ഒരിക്കലും പോയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ സീസണിൽ 15-16 സ്ഥാനത്തൊക്കെയാണ് യുണൈറ്റഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഇതായിരുന്നു യുണൈറ്റഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുന്നത്തെ സീസണൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ ഒരു ടോപ്പ് 10 വരും, അല്ലെങ്കിൽ മിനിമം ഒരു ടോപ്പ് 7 ഉള്ളിലൊക്കെ ഈ ഒരു യുണൈറ്റഡ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഇപ്പോൾ ടെൻഹാഗിനെ സാക്ക് ചെയ്ത് കാണാണ് അമോറിം വന്നിട്ടുണ്ടായിരുന്നത്. അമോറിമിൻ്റെ ലാസ്റ്റത്തെ കുറച്ച് ഡേയ്സ് എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഡിസംബർ നവംബർ ആ മാസങ്ങളൊക്കെ സെറ്റായിരുന്നു വേണമെങ്കിൽ പറയാം. പിന്നെ ജനുവരിയിൽ സാക്കും കിട്ടി. അപ്പോൾ ഇപ്പോൾ ആ ഒരു വിഷയം പറയുമ്പം ആ ഒരു മുടി വളർത്തുന്ന യുണൈറ്റഡ് ഫാനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായില്ലേ. അടുപ്പിച്ച് 3 കളി ജയിച്ചാൽ നിൽക്കുകയാണ്, അവൻ മുടി വെട്ടാൻ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ അതേമാതിരിക്കത്തെ അവസ്ഥയാണ്. അടുപ്പിച്ചിട്ട് 3 കളി ജയിക്കണില്ല, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ 3 കളി 2 കളി ജയിച്ചു, അടുത്ത കളി പോയി സമനില ഡ്രോ ആയി, അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അമോറിം യുണൈറ്റഡ് വിടുന്നതിന് മുൻപുള്ള യുണൈറ്റഡിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ഇൻ്ററിം മാനേജറായിക്കാണ്ട് വന്നിട്ടുള്ളത് അത് മൈക്കൽ കാരിക്ക് ആയിരുന്നു ഇൻ്ററിം മാനേജറായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു കാരിക്ക് ഈ ഒരു പദവിയിൽ അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ ഇൻ്ററിം മാനേജർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് 2ാമത്തെ തവണയാണ് വരുന്നത് എന്നുള്ളത് പല ആൾക്കാർക്കും അറിയും. അതുപോലെ തന്നെയാണ് ആ ഒരു ഫസ്റ്റ് തവണ വന്നതെന്നുള്ളത് ആ ഒരു CR7 2ാം വരവിലായിരുന്നു ഈ ഒരു കാരിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ട് ഈ ഒരു ടെൻഹാഗിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് കുറച്ച് മുൻപുള്ള കാലഘട്ടമൊക്കെ ഇയാൾ തന്നെയായിരുന്നു മാനേജ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു റാഡ്ക്ലിഫ് പോകുന്നതിന് ശേഷം ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈം ഓർമ്മയില്ല. അപ്പോൾ കാരിക്ക് വന്നിട്ട് ഈ ഒരു കാരിക്കിന് അടുത്ത 2 മത്സരങ്ങൾ എന്ന് പറയുന്നത് ഒട്ടും സംശയമില്ലാതെ നമുക്ക് പറയും ലീഗിലെ ആദ്യ 2 മാച്ചസ് ആയിരുന്നു. ലീഗിലെ ആദ്യ 2 മാച്ചസ് എന്ന് പറയുന്നത് ആ ഒരു ആദ്യ 2 സ്ഥാനക്കാരോടായിരുന്നു. ആ ആദ്യ 2 സ്ഥാനക്കാരോട് കളിച്ച ആ മത്സരം ഉണ്ടല്ലോ, അത് മതി കാരിക്കിൻ്റെ റേഞ്ച് യുണൈറ്റഡ് ഫാൻസിനും ഫുട്ബോൾ ഫാൻസിനും മനസ്സിലാക്കാൻ. കാരണം ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഈ ഒരു ഹോം ഗ്രൗണ്ടിൽ, അതായത് ഏകദേശം മെയിലാണ് ഈ ഒരു സീസണിൽ ഒറ്റ തോൽവി പോലും ആർസണൽ ഹോമിൽ വാങ്ങിയിട്ടില്ല. ആ ഒരു ആർസണൽ പോയി കണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുക സ്വന്തം ഹോം ഗ്രൗണ്ടിൽ നിന്ന് എമറൈറ്റ്സിൽ വെച്ചിട്ട്. പല ആർസണൽ ഫാൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എമറൈറ്റ്സിലാണ് കളിക്കണത്, യുണൈറ്റഡിനൊക്കെ പുഷ്പം പോലെ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ യുണൈറ്റഡിൻ്റെ ആ ഒരു മത്സരത്തെ ഓരോ ഗോൾ കാണുമ്പോൾ ഒരു കംബാക്കാണ് വേണമെങ്കിൽ പറയാം. ആദ്യം അവിടെ സ്കോർ ചെയ്തത് തീർച്ചയായിട്ടും ആർസണലാണ്. അതിനുശേഷം കുൻഹ വന്നിട്ട് ഡ്രോ നിൽക്കുന്ന ഒരു കളി 87ാമത്തെ മിനിറ്റിൽ വെച്ച് കണ്ട് കയ്യിലേക്ക് എടുക്കുകയാണ്. പിന്നെ ഈ ഒരു മാഞ്ചസ്റ്റർ ഡെർബിയിലാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു ഗോൾ പോലും സിറ്റിനെ കൊണ്ട് അടിപ്പിക്കാൻ, ആ ഒരു കൺസീഡ് ചെയ്യാൻ യുണൈറ്റഡിന് സാധിച്ചില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്രയും മികച്ചൊരു ഫോമിലാണ് യുണൈറ്റഡിൻ്റെ കഴിഞ്ഞ 2 മാച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ. ഇന്നും യുണൈറ്റഡിന് മത്സരമുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച 7 മത്സരമുണ്ട്. അപ്പം ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ഫുൾഹാമിനെതിരെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് ജയിക്കാതിരിക്കുക. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ കാരിക്ക് മുൻപും ഈ ഒരു യുണൈറ്റഡിൻ്റെ ഒരു ഇൻ്ററിം മാനേജറായി വന്ന സമയത്തും ഇതുപോലെ നല്ലൊരു ഒരു ഫോമിലേക്ക് യുണൈറ്റഡിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് റൊണാൾഡോ പറഞ്ഞ കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കും അറിയാം. യുണൈറ്റഡിന് വീണ്ടും പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ഈ ഒരു കാരിക്കിന് കഴിയുന്നൊക്കെ റൊണാൾഡോൻ്റെ അന്നത്തെ കുറേ ഇതുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് അറിയാം, ഞാൻ അപൂർവമായിട്ട് പ്രീമിയർ ലീഗത്തെ കണ്ടൻസ് ഒക്കെ ചെയ്യലുള്ളൂ. ഒരു മിക്കതും ഞാൻ റയലിൻ്റെ കണ്ടൻറ്റായിട്ട് ചെയ്യല്. പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ മാതിരിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ.